എല്ലാ ടെൻഡറും ഒരുപോലെയാണ്. ആ ടെൻഡർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വളരെ കൃത്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ ലൈനിൽ നിന്ന് 50 മീറ്റർ രണ്ടു വശത്തേക്കും, സെൻട്രൽ ലൈൻ അവർ മാർക്ക് ചെയ്തിട്ട് ഇതിന് 50 മീറ്റർ രണ്ടു വശത്തേക്കും യാതൊരുവിധ തടസ്സങ്ങളിലും മുകളിലേക്ക് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി? അപ്പോ എന്താണ് സംഭവം മനസ്സിലായി? ഒരു തടസ്സങ്ങളില്ലാത്ത രൂപത്തിലാണ് വരേണ്ടത്. അതെന്ന് വെച്ചാൽ അവിടെ അത് പൂർണ്ണമായി അവരുള്ളതാണ്. കൂടാതെ 150 മീറ്റർ രണ്ടു വശത്തേക്കും 150 മീറ്റർ വീതിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ രേഖപ്പെടുത്തണം. അതായത് വീട്, കെട്ടിടം, തോട്, പാടം, പറമ്പ്, പള്ളി, അമ്പലം, ഇത് മുഴുവൻ രേഖപ്പെടുത്താനാണ് ഇതിന് ഇപ്പോൾ ആദ്യത്തെ പ്രോജക്ട് 42 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ മേഖലയിൽ 100 കിലോമീറ്റർ എറണാകുളത്തും തിരൂർ വരെയുള്ള മേഖലയിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഇട റോഡുകൾ, വലിയ റോഡുകൾ എല്ലാം മാർക്ക് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ 150 മീറ്റർ അതിൽ വരമുണ്ടോ, നേരത്തെ പറഞ്ഞ സംഗതികളുണ്ടോ, അതൊക്കെ മാർക്ക് ചെയ്യാൻ. ഞാൻ അതിലേക്കൊന്നും ഓരോന്നായിട്ട് പോകുന്നില്ല. അത് മാർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഈ മേഖല മുഴുവൻ ഉറപ്പായിട്ടും മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 150 മീറ്റർ. 150 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവർ പറയുന്ന ഒരു കണക്ക് 560 കിലോമീറ്റർ 13 മീറ്റർ വെച്ച് നിങ്ങൾ സ്ഥലമെടുക്കുന്നുള്ളൂ എന്നാണ്. ആ 13 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന 500 ഹെക്ടർ സ്ഥലമേ ഇവർക്ക് വേണ്ടുന്ന 500 ഹെക്ടർ സ്ഥലമേ വേണ്ടൂ. ഞാനൊരു ചെറിയ എഞ്ചിനീയറാണ്, നിങ്ങൾക്ക് ആരൊക്കെ കണക്കൂട്ടാം. 560 × 13 മീറ്റർ എന്നെടുത്ത് നോക്കിയാൽ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏതാണ്ട് 750 ഹെക്ടർ സ്ഥലം അതിന് മാത്രം വേണം. ഈ ട്രെയിൻ പോകുന്ന 13 മീറ്ററിന് മാത്രം 750 ഹെക്ടർ സ്ഥലം വേണം. ആരും കണക്കൂട്ടിയാൽ കിട്ടും, കുട്ടികൾക്ക് കണക്കൂട്ടാൻ കിട്ടും. അത് കഴിഞ്ഞാൽ ബാക്കി സ്ഥലം അവിടെയാണെങ്കിലേ കളി. ബാക്കി സ്ഥലം എന്തിനാ? ഇവിടെ മന്ത്രി ചോദിച്ചു എന്തായി ബാക്കി സ്ഥലം? ബാക്കി സ്ഥലം വളരെ കൃത്യമാണ്. ഈ പ്രോജക്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മുതലാവില്ല. ഈ 1,16,000 കോടി രൂപ തിരിച്ചു കിട്ടാൻ ഈ പണം നിങ്ങൾ ഇപ്പോൾ 3000 രൂപ എറണാകുളം തിരുവനന്തപുരം ടിക്കറ്റ് ചാർജ് മേടിച്ചാലും ഇത് മുതലാവില്ല. കാരണം ഇതിന്റെ പലിശ ഒന്ന് കണക്കൂട്ടി വെക്കുക. 1% പലിശ കൊണ്ടുവന്ന് കഴിക്കുക. അതിന്റെ പലിശ കൊടുക്കാൻ 1 വർഷം എത്ര രൂപയാണെന്ന് ആലോചിക്കുക. അതിന്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും അതിനുള്ള ആളൊന്നും കേരളത്തിൽ യാത്ര ചെയ്യാനുണ്ടാവില്ല. യാത്ര ചെയ്താൽ അത് മുതലാവില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇതിൽ ഏറ്റവും വിജയകരമായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഡൽഹി മെട്രോ. ഞാൻ ഇംഗ്ലീഷ് പത്രവും മറ്റു ചാനലും കാണുന്നവർക്കറിയാം. കഴിഞ്ഞ 6 മാസമായി ഡൽഹിയിലെ മെട്രോയുടെ വലിയൊരു ഭാഗം അടഞ്ഞു കിടക്കുകയാണ്. ഡൽഹി എയർപോർട്ടിലേക്കുള്ള മെട്രോ അത് നടത്തുന്നത് റിലയൻസ് കമ്പനിയാണ്. അവരത് മുതലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ റിലയൻസ് കമ്പനി അത് അടച്ചിട്ടിരിക്കുകയാണ്. ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്ന മെട്രോ. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം അടച്ചിടേണ്ടി വരും. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളങ്ങനെ അടച്ചിടണ്ട. എന്താ പണി വളരെ ലളിതമാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ്, നമ്മളൊക്കെ പോയി കയറിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ലാഭത്തിലായത് നെടുമ്പാശ്ശേരിയിൽ ആളുകളുടെ വൈദഗ്ധ്യം കൊണ്ടൊന്നുമല്ല. 300 രൂപയ്ക്ക് എടുത്ത സ്ഥലം 10 ലക്ഷം രൂപയ്ക്ക് മറച്ചു വെച്ചിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് ലാഭകരമായത്. നിങ്ങൾ ചോദിക്കുക, നെടുമ്പാശ്ശേരിയിൽ അവിടുന്ന് കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടിയ തുക എത്ര? ഇപ്പോൾ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ സ്ഥലം ഇപ്പോഴല്ല, കുറെ കൊല്ലങ്ങളായി ആർക്കൊക്കെ എയർപോർട്ട് കമ്പനി മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ 100 ഏക്കർ സ്ഥലം എനിക്കൊരു കമ്പനി ഉണ്ടാക്കി 100 ഏക്കർ സ്ഥലം എനിക്ക് തന്നാൽ ആ 100 ഏക്കർ സ്ഥലം എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് മറച്ചു വെച്ചാൽ എത്ര കോടി പോയിട്ട് നിങ്ങൾ കണക്കാക്കുക? 500 കോടി രൂപയ്ക്ക് കിട്ടും. 5 ലക്ഷം രൂപ തിരിച്ചു വെച്ചാൽ 500 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ എയർപോർട്ട് പണിയുടെ കാശിനേക്കാൾ ലാഭകരമാണ് ഭൂമി വിറ്റ പണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ 128 ഏക്കർ പോയിട്ട് ഗോൾഫ് ക്ലബ് എന്ന് പറയുന്ന, ഞാൻ അതിനൊക്കെ എനിക്ക് വളരെ അഭിപ്രായമൊക്കെയുണ്ട്. കാരണം നെൽപ്പാടം നികത്തി ഗോൾഫ് ക്ലബ്ബാണ് ഉണ്ടാക്കേണ്ടത് ഈ രാജ്യത്ത് നോക്കുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മുമ്പിൽ. അതിലൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ നീ ഭൂമി എടുക്കുന്നത് കൃത്യമായും അതിനവർ പറയുന്ന നല്ല രസകരമായ ഒരു പേരുണ്ട്. ഇങ്ങനെ കച്ചവടം എന്ന് പറയില്ല, റിയൽ എസ്റ്റേറ്റ് കോമ്പണന്റ് വേണം ഇതിൽ നിന്ന് പറയാം. നമുക്കൊന്നും മനസ്സിലാവില്ല റിയൽ എസ്റ്റേറ്റ് കോമ്പണന്റ്. ലളിതമായ ഭാഷ, നമ്മുടെ ഭൂമിയെടുത്ത് ഈ കമ്പനിക്ക് കൊടുത്താൽ ഈ കമ്പനി അത് വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്ക് മറിച്ചു കൊടുത്ത് ആ ലാഭം കൊണ്ട് ഇത് പണിയാൻ തീരുമാനിക്കുന്നതാണ്. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഈ 100 ഏക്കർ എടുക്കുന്നത്, 100 മീറ്റർ എടുക്കുന്നത് റെയിൽ പണിയാനല്ല, റിയൽ എസ്റ്റേറ്റ് കോമ്പണന്റിനാണ്. ഇപ്പോൾ കേരളത്തിൽ കുറെ കാലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളുടെയും വിജയ രഹസ്യം എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഭൂമി കുറഞ്ഞ വിലക്കെടുത്ത് അവർ മറച്ചു വെക്കും. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട്
ഒരു കാലത്ത് 51% ജനങ്ങളുടെയായിരുന്നു, പബ്ലിക് സെക്ടറായിരുന്നു, പൊതുമേഖലയായിരുന്നു. ഇപ്പോൾ 26% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 74% സ്വകാര്യ കമ്പനികളുടെയാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് പൊതുമേഖലയുടെ കമ്പനിയായിരിക്കും. ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൊതുമേഖലയാണെങ്കിൽ ഭൂമി ഏറ്റെടുക്കാൻ പറ്റും. എന്നിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനി ഭൂമിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കും, അതിൽ സർക്കാരിനാണ് ഷെയർ. അത് കഴിഞ്ഞാൽ ഈ ഭൂമി ഒരു സ്വകാര്യ SPVക്ക് കൈമാറും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഞാൻ നിങ്ങളത് പറയുന്നത്, നാളെ ഇവിടെ TV ചർച്ചകളിലൊക്കെ ചിലർ പറയും അത് സ്വകാര്യ കമ്പനിയിലെ SPV ആണ്. SPV എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഒരു കമ്പനി തന്നെയാണ്. അത് സ്വകാര്യമാണ്, അതിന്റെ ഓഹരിയുണ്ട്. ആ കമ്പനിക്ക് ഈ സാധനം കൈമാറും. അങ്ങനെ കൈമാറിയാൽ അവർ പിന്നെ അത് മറച്ചു വെക്കും. ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത് ഏറ്റവും ലാഭകരമായി നടത്താവുന്ന വ്യാപാരം ഇപ്പോൾ ഭൂമിയുടെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളുടെ ഭൂമിയെടുത്ത് ഇങ്ങനെ വിൽക്കുന്ന ഒരു കാരണം. പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ, ഞാൻ ഇതിന്റെ ബദലിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചതിനൊക്കെ എനിക്ക് അഭിപ്രായത്തിലാണ്, ഞാനൊന്നും പറയുന്നില്ല. ബദലൊന്നും പറയേണ്ട പണി നാട്ടുകാരുടെ അല്ല. കാരണം ബദൽ നമ്മൾ പറഞ്ഞ് ശരിയായി പിന്നെ നമ്മളെ മുന്നേ കൊടുക്കും. ബദൽ കൊടുക്കുന്നവരും ആ ബദലൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം നമ്മൾ തീരുമാനിക്കേണ്ടത്, ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ, ഇത് നമ്മുടെ ഭൂമി ഇത്തരം ഒരു പദ്ധതിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന ഒറ്റ വാചകമാണ്. വേറൊരു പണി ചെയ്യുന്ന, വേറൊരു കാര്യത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യമില്ല. കാരണം ബാക്കി എന്ത് ചർച്ച ചെയ്താലും നമ്മൾ വലിയ അപകടത്തിൽപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വികസനത്തിനെതിരാണോ അല്ലയോ എന്ന് ആരെയും ബോധ്യപ്പെടുത്തുന്ന പണി നമുക്കില്ല. നമ്മുടെ കിടപ്പാടം പോയിട്ട് ഒരു വികസന രാജ്യത്ത് ഉണ്ടാവേണ്ടതില്ല എന്ന് ഞാനിത് പറയുന്നത് ഒരുപാട് അനുഭവമുണ്ട്, കുറച്ച് അനുഭവമുണ്ടല്ല. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ വലിയ വികസനമാണ് വല്ലാർപാടം ടെർമിനൽ വന്നത്. മൂലമ്പള്ളിയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടത് 326 കുടുംബങ്ങൾ. 2 സർക്കാരുകൾ, ഒരു സർക്കാർ കഴിഞ്ഞു, അടുത്ത സർക്കാർ വന്നു. 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 4.5 വർഷമായി മൂലമ്പള്ളിയിൽ നാട്ടിൽ കുടിയൊഴിക്കപ്പെട്ടിട്ട് അതിൽ 16 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ സർക്കാർ കൊടുത്ത, സർക്കാർ അന്ന് 4 വർഷത്തിന് മുമ്പ് സർക്കാർ അവർക്ക് ഭൂമി കൊടുക്കാൻ ഉത്തരവിട്ടു, കോടതി ഉത്തരവിട്ടു, പാക്കേജ് പ്രഖ്യാപിച്ചു, പുനരധിവാസ പാക്കേജ്. അത് പറഞ്ഞാൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ ഈ മൂലപ്പള്ളിക്കാരെ കൊണ്ട് തോറ്റു, ഇവർക്ക് ഒരിക്കലും മതിയാവില്ല. എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ലേ? പാക്കേജിങ് ഒരു കടലാസാണ്. സാധാരണ ദിവസം വെച്ച് രീതി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? കടലാണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. പക്ഷെ നമുക്കെന്താ, മാനമര്യാദയായി കരന്തീര് പടച്ച് സ്വന്തം ഭൂമിയിൽ ഒരു ചെറിയ വീട് വെച്ച് സമാധാനമായി ഉള്ള തൊഴിലും ചെയ്ത് ഉള്ളത് കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങിയിരുന്ന ആളുകളോട് ഒരു ദിവസം രാത്രി അടിച്ചിറങ്ങി പുറത്തിറക്കി വിട്ട് 4.5 വർഷം തെരുവിൽ ജീവിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര കിട്ടിയാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന ലോൺ കേൾക്കുന്ന ഞാൻ ഗാന്ധിയനാണ് ഒരർത്ഥം. ഞാൻ ആരെ അടിക്കാറില്ല, പക്ഷെ ചിലരെ അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് പറയുമ്പോൾ ചില ആളുകൾ, കാരണം നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അവർക്ക് കൊടുത്തത്? ഇപ്പോഴത് എവിടെയാണ്? അത് സ്വന്തം വീട്ടിലേക്ക് പോയോ? നിങ്ങൾ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് അവർ സമരം ചെയ്ത് പാക്കേജ് ഉണ്ടാക്കിയിട്ടും അവർക്ക് പാക്കേജ് മാത്രമേ ഉള്ളൂ, ജീവിതമില്ലെന്ന് വന്നാലോ? ഓരോ ചെറിയ കാര്യത്തിലും അവർക്ക് ഗവൺമെന്റ് മുമ്പിൽ, ഏത് ഗവൺമെന്റിൽ പോയി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കാലിടണം. മുഖ്യമന്ത്രി എല്ലാ മാസവും ഒരു ഘട്ടത്തിൽ വളരെ സീരിയസ് ആയി ഇടപെട്ട് പുനരധിവാസം മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. ഇപ്പൊ മുഖ്യമന്ത്രി നിർത്തി, അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പണി നടത്തി, കാരണം നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, അപ്പൊ അതുകൊണ്ട് ഇവിടെ പാക്കേജിനെ കുറിച്ചൊക്കെ നമ്മൾ വെറുതെ അബദ്ധം പറയാൻ പോയാൽ നമ്മുടെ കാര്യം വളരെ പ്രശ്നമാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവില്ല. അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിന് പാക്കേജും ആവശ്യമില്ല. ഇത് പൊതു ആവശ്യത്തിനെടുക്കുന്ന ഭൂമിയെ അല്ല, പൊതു ആവശ്യത്തിനുള്ള വികസന പദ്ധതിയുമല്ല. ഞാനിത് പറഞ്ഞതിന് കാരണം എന്റെ നിലപാട് എനിക്ക് പറഞ്ഞു പറ്റൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ പറയും. അതൊന്നുമില്ല. അതിൽ എനിക്ക് തർക്കങ്ങളില്ല. ഇത് ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ കൊണ്ടുവന്ന ഇതുപോലൊരു ജിം എന്ന് പറഞ്ഞൊരു പരിപാടി മുന്നോട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അത് വന്നപ്പോൾ തന്നെ അതിൽ പല പദ്ധതികളെ സംബന്ധിച്ചും ജനങ്ങൾ ആശങ്ക ഉയർത്തുകയും, പക്ഷേ ഗവൺമെന്റ് അന്ന് അത് പരിഗണിച്ചില്ല. പക്ഷേ ഭാഗ്യവശാലും നിർഭാഗ്യവശാലും അതിൽ പറഞ്ഞ ഒരു പദ്ധതി നടപ്പായില്ല. അതിലൊന്ന് എക്സ്പ്രസ് ഹൈവേ. ഇത് ഏതാണ്ട് ഇതിന് സമാന്തരമായ ഒരു പദ്ധതി. എക്സ്പ്രസ് ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ ഭൂമി ഏറ്റെടുത്ത് വലിയ പാത ഉണ്ടാക്കാനായിരുന്നു തീരുമാനം. എന്തുകൊണ്ടാണ് പാത നടപ്പാക്കാതെ പോയത്?
കാരണം ഒരു സംശയമില്ല, ഇതിന് ഇരകളാവുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങൾ ഈ പദ്ധതിക്കെതിരാണ്. അതിന് അന്ന് ആ പദ്ധതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച അദ്ദേഹം ഇന്നും മന്ത്രിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരിക്കലും വാദിക്കില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഡോക്ടർ എനിക്ക് പറയും എന്റെ വലിയ സുഹൃത്താണ്. പക്ഷെ അത് എന്തായാലും അദ്ദേഹം ചുമതലപ്പെടുത്തിയ വാദിക്കാൻ. അന്ന് PWD മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. ഞാനും തമ്മിൽ ഒരുപാട് സ്ഥലത്ത് സംവാദം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു ഞാൻ നിർത്തി, ഞാൻ എക്സ്പ്രസൈവിലേക്ക് വേണ്ടി പറയില്ല, എക്സ്പ്രസൈവ് പണി ഞാൻ നിർത്തി. കാരണം എന്താ പറ്റുന്ന അറിയോ, അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി തന്റെ മണ്ഡലത്തിൽ ഇലക്ഷൻ തോറ്റു. മലപ്പുറം ജില്ലയിൽ കുറച്ചൊരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇലക്ഷൻ തോറ്റു. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹം തന്നെ പറഞ്ഞു, എക്സ്പ്രസ് ഹൈവേ എന്ന ഒറ്റ പുലിവാലാണ് എന്നെ തോൽപ്പിച്ചത്. ജനങ്ങൾ അത്രയ്ക്കും എതിരായി. ഇവിടെയും ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിലേക്കൊന്നും സർക്കാർ പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് നമ്മൾ ശക്തമായി തടയിടേണ്ടതുണ്ട്. എക്സ്പ്രസ് ഹൈവേ പോലൊരു പദ്ധതി വന്നാൽ എന്തായിരിക്കും അതിനുള്ള ജനങ്ങളുടെ പ്രതികരണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം തന്നെ വളരെ വലുതാണ്. സാമ്പത്തിക പ്രത്യാഘാതം മനോഹരം 26,000 രൂപ മലയാളിക്ക് കടമുണ്ടെന്ന്. ഇതൊരൊറ്റ പദ്ധതി വന്നാൽ മലയാളിയുടെ കടം എത്രയാണെന്ന് അറിയാം. നിങ്ങൾ വെറുതെ കണക്കൂട്ടിയാൽ മതി. ഏതാണ്ട് 40,000 രൂപ കടം വരും. ഇതൊരൊറ്റ പദ്ധതി കൊണ്ട് മലയാളിക്ക് ഉണ്ടാകാൻ പോകുന്ന കടം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 40,000 രൂപയാണ്. അതിനി കാരണം ഇതിന് ചെലവ് വന്നാൽ കൂടും. കാരണം 1,20,000 കോടി രൂപ 1,20,000 ഡിവൈഡഡ് ബൈ 3 ഇട്ടാൽ 40,000 കൂടുതൽ വരും. ആളുകളാണ് ഇനി അതിന് ചെലവ് വരുമ്പോൾ കൂടും. അപ്പോ അതിന് സാമ്പത്തിക പ്രത്യാഘാതം ഇതുണ്ടാക്കാൻ പോകുന്ന ഇത് വലിയൊരു കുടിയൊഴിക്കലിന്റെയും വലിയൊരു നാശത്തിന്റെയും